ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ S5 KTU സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ 2024 സ്കീം 2024 സ്കീം KTU സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കോർ പേപ്പറായ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ സിലബസും അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കോഴ്സ് ഡീറ്റെയിൽസും മറ്റുമൊക്കെ നമുക്ക് ഇനി ഇതിന് ശേഷമുള്ള ലെക്ചേഴ്സിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത് PCCET 501 ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് 2024 സ്കീം. ഓക്കെ, ഇപ്പോൾ 5th സെമ്മിലെ കോർ പേപ്പറായിട്ട് വരുന്ന പേപ്പറാണ് ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. കോഴ്സ് കോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 4 ക്രെഡിറ്റ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് വരുന്നത്. നോർമൽ ഒരു സബ്ജക്റ്റ് പോലെ ഇൻറ്റേർണൽ എക്സാം കോളേജിൽ നിന്ന് കിട്ടുന്ന മാർക്സ് 40 മാർക്സാണ്. എൻഡ് സെമസ്റ്റർ എക്സാം 60 ആണ് വരുന്നത്. അത് 2.5 hours എക്സാമിനേഷൻ തന്നെയാണ് വരുന്നത്. ഇനി സിലബസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മൊഡ്യൂളിലും ഒരേ വെയിറ്റേജ് ആണ് വരുന്നത്. വെയിറ്റേജ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ മൊഡ്യൂളും നമ്പർ ഓഫ് ലെക്ചേഴ്സ് എല്ലാം 11 തന്നെയാണ് വരുന്നത്. അതായത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള മീൻസ് ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഓരോ മൊഡ്യൂളിലും കവർ ചെയ്ത് പോകാനായിട്ടുണ്ട്. ഇനി ഇത് എൻറ്റയർലി ഒരു പുതിയൊരു സബ്ജക്റ്റാണ്. പുതിയൊരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ് ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ ലാസ്റ്റ് മൊഡ്യൂൾ വരെ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുമ്പോൾ ഹൈഡ്രോളജിക് സൈക്കിൾ, പ്രസിപ്പിറ്റേഷൻ, ടൈപ്സ്, ഫോം, മെഷർമെൻറ്റ്, ഒപ്റ്റിമൽ നമ്പർ ഓഫ് റെയിൻ ഗേജ്, പ്രസിപ്പിറ്റേഷൻ ഓഫ് റെയിൻഫോൾ ഡാറ്റ, മാസ്കർ, ഹൈറ്റോഗ്രാഫ്, ഡിസൈൻ റെയിൻഫോൾ, IDF കർവ്സ്, ഇൻഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മുടെ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെയിൻ ഉണ്ടാവുന്നത് മുതൽ അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ പ്രോബ്ലംസ്, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന കർവുകൾ, ഇനി ആവറേജ് പ്രസിപ്പിറ്റേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ്, അതുപോലെ തന്നെ ഇൻഫിൽട്രേഷൻ എന്ന് വെച്ചാൽ മഴ പെയ്തതിന് ശേഷം നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് സീപ്പ് ചെയ്ത് വരുന്ന വാട്ടറിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ വാട്ടർ സർഫസ് നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സ്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിനെ പറ്റി പറഞ്ഞാൽ എക്സാക്ട്ലി 50% തിയറിയും 50% പ്രോബ്ലമാണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് തിയറിയും ചോദിക്കും, പ്രോബ്ലവും ചോദിക്കും. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോയാൽ നമുക്ക് റൺ ഓഫ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മഴ പെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേഷൻ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഗ്രൗണ്ടിൽ അബ്സോർബ് ചെയ്തെടുക്കും, ബാക്കി വെള്ളം ഗ്രൗണ്ടിൽ നിന്ന് ഒഴുകിപ്പോകും. ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തിനാണ് നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പോണൻസ് ഹൈഡ്രോഗ്രാഫ് അനാലിസിസ്, അത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റോം, ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ്, ഹൈഡ്രോഗ്രാഫ്. ഇതെല്ലാം നമുക്ക് ഈ റൺ ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ്സും പ്രൊസീജിയേഴ്സും പ്രോബ്ലംസൊക്കെയാണ്. അതിനുശേഷം ഫ്ലഡ്, മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് ഫ്ലഡ് എസ്റ്റിമേഷൻ, എംപിരിക്കൽ മെത്തേഡ്സ്, സ്ട്രീം ഫ്ലോ മെഷർമെൻറ്റ്, ഏരിയ വെലോസിറ്റി മെത്തേഡ്, സ്ട്രീം ഗേജിങ്, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ സ്ട്രീം ഗേജിങ് സ്റ്റേഷൻ, സ്റ്റേജ് ഡിസ്ചാർജ് കർവ്, ഫ്ലോ ഡ്യൂറേഷൻ, യൂസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അത്രയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ മെയിനായിട്ട് വരുന്ന റൺ ഓഫ് പഠിക്കണം. അതേപോലെ സ്ട്രീം ഫ്ലോ മെഷർമെൻ്റ് ഉണ്ട്. സ്ട്രീം ഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ട്രീമിലുള്ള വാട്ടറിൻ്റെ ഫ്ലോയുടെ മെഷർമെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, അത് വെച്ച് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ ഈ പറഞ്ഞോട്ട് എല്ലാ ടോപ്പിക്കിലും തിയറിയും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇറിഗേഷനാണ് വരുന്നത്. ഇറിഗേഷനും റിസർവോയറും. ഇപ്പോൾ ഇറിഗേഷൻ എന്താണ്, ഇറിഗേഷൻ്റെ നെസസിറ്റി, ബെനിഫിറ്റ്, ഇൽ എഫക്ട്സ്, ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, ഇനി സോയിൽ പ്ലാന്റ് റിലേഷൻഷിപ്പ്, ഇറിഗേഷൻ എഫിഷ്യൻസീസ്, ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ, കോമ്പ്യൂട്ടേഷൻ ഓഫ് ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്. അതായത് ഒരു ക്രോപ്പ് നമ്മൾ നടുമ്പോൾ അതിന് വാട്ടർ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ഇറിഗേഷൻ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ്. ഇത്രയാണ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് റിസർവോയേഴ്സ് ആണ്. നമ്മുടെ ഡാമുമായിട്ട് റിലേറ്റ് ചെയ്ത അതിൻ്റെ റിസർവോയറിൻ്റെ ടൈപ്പ്, സോൺസ്, ഈൽഡ് ഓഫ് റിസർവോയർ, ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി, ഈൽഡ് ബൈ മാസ്കർ മെത്തേഡ്, റിസർവോയർ സെഡിമെൻറ്റേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ, ട്രാപ്പ് എഫിഷ്യൻസി, റിവർ ട്രെയിനിങ്. ഇതൊക്കെയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് ഇറിഗേഷനും ഉണ്ട്, റിസർവോയേഴ്സും ഉണ്ട്.
ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, മെയിനായിട്ട് അക്യുഫർ, വെൽ ഹൈഡ്രോളിക്സ്, കൺഫൈൻഡ് ആൻഡ് അൺകൺഫൈൻഡ് അക്യുഫർ, ടൈപ്സ് ഓഫ് വെൽ, ട്യൂബ് വെൽ, yield of open well pumping test, recuperation test, പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇത് പുതിയ ടോപ്പിക്കാണ്. അതായത് ഹൈഡ്രോളജി ആൻഡ് വാട്ടർ സോഴ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് പണ്ട് മുതലേ നമ്മൾ പല സ്കീമിലും പഠിച്ചു വരുന്ന മെത്തേഡാണ്. അതിൽ യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു പോർഷനാണ് ഈ ലാസ്റ്റ് കാണുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇതിന് മുമ്പുള്ള 2015 സ്കീം, 2019 സ്കീം ഹൈഡ്രോളജി ആൻഡ് വാട്ടർ സോഴ്സിൽ S5 തന്നെ പഠിക്കാനുണ്ടായിരുന്ന ഈ ഒരു ഹൈഡ്രോളജി ആൻഡ് വാട്ടർ സോഴ്സിൽ വരുന്ന സെയിം ടോപ്പിക്കാണ്. പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്കാണ് പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതിൻ്റെ സോഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ഇവാലുവേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ, അതിൻ്റെയൊക്കെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ഇനി ആർട്ടിഫിഷ്യൽ റീചാർജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഡിഫറെൻറ്റ് ടെക്നിക്സ്. ഇത് ഇത്രയും നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ KTU പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഓവറോൾ സബ്ജക്ട് ഡീറ്റെയിൽസ് വരുന്നത്. അതായത് മഴ ഉണ്ടാകുന്നത് മുതൽ മഴയുടെ മെഷർമെൻറ്റ്, അതിനുശേഷം മഴയിൽ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളം, അതാണ് റൺ ഓഫ്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് അതിനകത്ത് കുറച്ച് പോർഷൻ തന്നെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകും. പിന്നെ ഈ വെള്ളം നേരെ സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്ലോയുടെ മെഷർമെൻറ്റ്, ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ക്രോപ്പ് ഇറിഗേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്. അതിനുശേഷം റിസർവോയേഴ്സ്, ഈ മഴ പെയ്ത വെള്ളം തന്നെ നമുക്ക് ഡാമിൻ്റെയൊക്കെ റിസർവോയറിലേക്ക് ചെന്നെത്തും. അപ്പോൾ ഡാമിൻ്റെ റിസർവോയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ പ്രോബ്ലംസ്. അതിനുശേഷം നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള വാട്ടർ സോഴ്സ്, വെല്ലുകൾ, കിണറുകൾ, ട്യൂബ് വെല്ല്, അക്യുഫയേഴ്സ്, അതിനെ പറ്റിയിട്ടുള്ള ഡെറിവേഷൻ പ്രോബ്ലംസ് ഒക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. കുറച്ച് തിയറി പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. ഇനി നമുക്കിതിനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നാൽ ടോട്ടൽ 100 മാർക്സിനാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അതിൽ എൻഡ് സെമസ്റ്റർ എക്സാം 60 മാർക്കിനാണ് വരുന്നത്. കോളേജിലെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഔട്ട് ഓഫ് 40 ആണ്. ഈ 40 മാർക്സിൻ്റെ സ്പ്ലിറ്റപ്പ് ആണ് താഴെ പറയുന്നത്. അറ്റൻഡൻസിൽ നിങ്ങൾക്ക് 5 മാർക്സ് കിട്ടും. അസൈൻമെൻറ്റ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 മാർക്സ് വരും. ഇനി ഓരോ സീരീസ് എക്സാം, 2 സീരീസ് എക്സാം ഉണ്ട്, രണ്ടിനും 10 മാർക്കിൻ്റെ വെയിറ്റേജ് വെച്ച് ടോട്ടൽ 20 മാർക്സ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട് ഓഫ് 40ലേക്ക് വരും. ഈ 40 നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റേർണലാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. ഇനി എൻഡ് സെമസ്റ്റർ എക്സാമിലേക്ക് വരുമ്പോൾ എല്ലാ സബ്ജക്റ്റും പോലെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം വരും. അങ്ങനെ ടോട്ടൽ 4 × 2 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. അപ്പോൾ പാർട്ട് എയിൽ നിന്ന് നിങ്ങൾക്ക് 24 മാർക്സ് കിട്ടും. പാർട്ട് ബിയിലേക്ക് വന്നാൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ 9 മാർക്സിനാണ് വരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം കാണും. അതിൽ ഒരു ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് മാക്സിമം 3 സബ് ഡിവിഷൻസ് വരെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ 4 മൊഡ്യൂൾ, ഒരു ക്വസ്റ്റ്യന് 9 മാർക്ക് വെച്ച് 36 മാർക്സ് സ്കോർ ചെയ്യാം. അപ്പോൾ പാർട്ട് എയിൽ നിന്ന് 24ഉം പാർട്ട് ബിയിൽ നിന്ന് 36ഉം ടോട്ടൽ 60 മാർക്സിനാണ് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. 2.5 hours ആണ് നമുക്ക് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഇത്രയാണ് ഈ ഒരു ഓവറോൾ സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു സബ്ജക്റ്റ് ഓരോ മൊഡ്യൂളും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. CO1, CO2, CO3, CO4 ഓരോ മൊഡ്യൂളും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ്, നോളജാണ് നിങ്ങൾ അക്യൂർ ചെയ്യുന്നതെന്നാണ് ഈ ഒരു കോഴ്സ് ഔട്ട്കമ്മിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോഡി PM ഓതറായിട്ട് വരുന്ന ഇറിഗേഷൻ, വാട്ടർ റിസോഴ്സ് ആൻഡ് വാട്ടർ പവർ എഞ്ചിനീയറിംഗ്, അതുപോലെ പുന്മയുടെ പബ്ലിക്കേഷൻസ് വരുന്ന ഇറിഗേഷൻ ആൻഡ് വാട്ടർ പവർ എഞ്ചിനീയറിംഗ്. ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് നമ്മൾ KTUവിൻ്റെ കോളേജുകളിൽ യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ സാറ് പറയുന്ന ബുക്സ് മാക്സിമം അത് തന്നെ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു സബ്ജക്റ്റ് എളുപ്പമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു കണ്ടൻറ്റ്സൊക്കെ വരുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ കണ്ടൻറ് വൈസ് ഒരുപാടുണ്ട്. ഓരോ മൊഡ്യൂളിലും നമുക്ക് ബൾക്കായിട്ട് തിയറി വരുന്നുണ്ട്. എല്ലാ മൊഡ്യൂളിലും പ്രോബ്ലം വരുന്നുണ്ട്. അതായത് ഓരോ മൊഡ്യൂളിൽ നമ്മൾ എത്രത്തോളം തിയറി പഠിക്കുന്നോ അത്രത്തോളം തന്നെ പ്രോബ്ലംസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു പ്രോബ്ലമാറ്റിക് പേപ്പറും അല്ല, ഇതൊരു പ്രോപ്പർ തിയറി പേപ്പറും അല്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2 രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ 60% തിയറിയും 40% പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് തിരിയും, 60% പ്രോബ്ലവും 40% തിയറി, തിരിച്ചും മറിച്ചും വരും. ചിലപ്പോൾ വെയിറ്റേജ് തിയറിക്ക് വരും, ചിലപ്പോൾ വെയിറ്റേജ് പ്രോബ്ലത്തിനും വരും. അപ്പോൾ അങ്ങനെ ഈ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ A to Z കാര്യങ്ങൾ പഠിക്കുക. എല്ലാ ടോപ്പിക്കും, അതായത് ഓരോ ചെറിയ പോയിന്റിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് കാണും. കാരണം ഇതിൻ്റെ പ്രീവിയസ് സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ഒരുപാട് ഓൺലൈനിൽ തന്നെ അവൈലബിൾ ഉണ്ട്. അത് റെഫർ ചെയ്താൽ ഈ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓരോ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അത്രയും ടോപ്പിക്സ് ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിലും അത് അവൈലബിൾ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ട്. അപ്പോൾ വാസ്റ്റ് സബ്ജക്റ്റാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്, എളുപ്പമാണ്. അത് പ്രോപ്പറായിട്ട്
നോട്ട് വെച്ച് പഠിച്ചു പോയാൽ എളുപ്പമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ക്ലാസ്സിൻ്റെയൊക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.